ഹായ് ഫ്രണ്ട്സ്, വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഈ വീട് പണിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ദ വേ ടു യുവർ ഡ്രീം ഹോം എന്ന സീരീസിലൂടെ നമുക്ക് പഠിക്കാം. വാങ്ങാൻ പോകുന്ന സ്ഥലത്ത് ഒരു പക്ഷെ വെള്ളം പൊങ്ങുന്നുണ്ടാവില്ലായിരിക്കാം. എന്നിരുന്നാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ളതാണെങ്കിൽ നല്ല മഴക്കാലത്ത് അവിടെ പോയി നോക്കി വെള്ളം കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ആ പ്ലോട്ട് തിരഞ്ഞെടുക്കുക. ചില ആൾക്കാരുടെ സംശയം എന്ന് പറയുന്നത് ആർക്കിടെക്റ്റിനെ സമീപിക്കുന്നത് ചിലവേറിയ രീതി എന്നാണ്. എന്നാൽ മറ്റ് ചില ആൾക്കാരുടെ സംശയം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോൺട്രാക്ടർ തന്നെയാണ് വീടിന്റെ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് മറ്റൊരു ധാരണ. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം വരുന്ന ഭാഗമാണ് സിറ്റ് ഔട്ട്. അതുകൊണ്ട് തന്നെ വീടിന്റെ മൊത്തം അന്തരീക്ഷം നിരീക്ഷിച്ച ശേഷം വേണം സിറ്റ് ഔട്ടിനെ ഡിസൈൻ ചെയ്യാൻ. ടയറിനകത്ത് ഒരു ഷൂ റാക്ക് നൽകിയാൽ ഇരുന്നു കൊണ്ട് ഷൂസ് ഇടുവാനും അഴിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകും. ലേസസ് തൂക്കിയിടാനുള്ള സൗകര്യം കൊടുക്കാം. അങ്ങനെ ഫോയർ നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് തന്നെ മാറ്റാൻ കഴിയും. ഓപ്പൺ കിച്ചനെ പറ്റിയുള്ള ഏറ്റവും വലിയ സംശയം അടുക്കളയിലെ ഗന്ധം മുറികളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ളതാണ്. ഇത് ഒഴിവാക്കാനായി നല്ല സക്ഷൻ കപ്പാസിറ്റിയുള്ള ഇലക്ട്രിക് ചിമ്മിനികൾ ഉപയോഗിക്കാം. അടുക്കളയിൽ പാചകം തുടങ്ങും മുമ്പ് ചിമ്മിനി ഓണാക്കി ഇടുകയാണെങ്കിൽ മുറികളിലേക്ക് ഗന്ധം വ്യാപിക്കുകയില്ല. എത്ര വലിയ കിച്ചൺ ആണെങ്കിലും സ്റ്റൗ, ഫ്രിഡ്ജ്, സിങ്ക് എന്നിവ തമ്മിലുള്ള അകലം തമ്മിൽ കൂട്ടി കഴിയുമ്പോൾ 16 അടിയിൽ കൂടാൻ പാടില്ല. ഇതിനെ വർക്ക് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. 16 അടിയിൽ കൂടുതലാണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുന്നാൽ നടന്ന് തളരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വർക്ക് ട്രയാങ്കിൾ എപ്പോഴും 16 അടിക്കുള്ളിൽ തന്നെ നിർത്താൻ നോക്കുക. സ്റ്റോർ റൂമിനെ പറ്റിയാണ് അടുത്തതായി വരുന്ന സംശയം. 5 or 10 സെന്റിൽ വയ്ക്കുന്ന വീടിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോർ റൂമിന് പ്രസക്തി ഉണ്ടാവില്ല. പുതിയ ട്രെൻഡ് അനുസരിച്ച് എല്ലാ സാധനങ്ങളും അടുക്കളയിൽ തന്നെ സൂക്ഷിക്കാവുന്ന പുള്ളോട്ട് യൂണിറ്റുകൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പഴയ വീടുകളിലേതെന്നതുപോലെ സ്റ്റോർ റൂമിന് വേണ്ടി സ്ഥലം കളയേണ്ട ആവശ്യമില്ല. 4 or 5 സെന്റിൽ വീടുകൾ പണിയേണ്ടി വരുമ്പോൾ പച്ചപ്പ് നൽകാൻ ഏറ്റവും നല്ല മാർഗം ഇന്റീരിയറിൽ ചെടികൾ നൽകുക എന്നതാണ്. സ്റ്റെയറിന്റെ അടിഭാഗത്തും പോക്കറ്റ് ഏരിയകളിലും കോർട്ട്യാർഡുകൾ നൽകുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധം വേണം ചെയ്യാൻ. വെറുതെ മുകളിൽ ഗ്ലാസ് ഇട്ട് നൽകാതെ സ്ലാബിനും ഗ്രില്ലിനും ഇടയിൽ വിടവ് നൽകിയാൽ അകത്തുള്ള ചൂടുവായു പുറത്തുപോയി അകത്തേക്ക് കുളിർമയുള്ള കാറ്റ് കൊണ്ടുവരാൻ സാധിക്കും. ഇന്റീരിയർ ചെടികൾക്ക് സാധാരണയായി വെള്ളം ധാരാളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ചളവെങ്കിലും സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധം വേണം അവ അറേഞ്ച് ചെയ്യേണ്ടത്. രണ്ടാമത്തേതും പ്രധാനപ്പെട്ട ഒന്നാണ് അലമാരകളുടെ സ്ഥാനം. ബെഡ്റൂമിനുള്ളിൽ അലമാരകൾ നൽകാതെ ടോയ്ലറ്റിനോട് ചേർന്ന് ഡ്രസ്സിംഗ് ഏരിയ ഒരുക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയയുടെ പ്രാധാന്യവും വരുന്നത്. ബെഡ്റൂമിനുള്ളിൽ അലമാരകൾ നൽകുമ്പോൾ സ്വാഭാവികമായും കട്ടിലിൽ വസ്ത്രങ്ങൾ ഇടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പ്രത്യേകമായ ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകി അവിടെ ലോണ്ടറി ബാഗുകൾ നൽകിയാൽ വസ്ത്രങ്ങൾ ധരിക്കാനും ആവശ്യം കഴിഞ്ഞ വസ്ത്രങ്ങൾ ലോണ്ടറി ബാഗുകളിൽ സൂക്ഷിക്കാനും കഴിയും. ആവശ്യമാണെങ്കിൽ ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് ഒരു വാതിലും കൊടുക്കാം. അടുത്തത് ഫെറോ സിമന്റ് സ്ലാബാണ്. ലാറി ബേക്കർ കാലഘട്ടം മുതൽ ഉപയോഗിക്കുന്നതാണിവ. ചെറിയ സ്പാനിൽ വരുന്ന മുറികൾക്ക് ഈ മെത്തേഡ് അവലംബിക്കാം. കമ്പി അടിച്ച് വീതി കുറച്ച് വാർത്താൽ സ്ഥലം ലാഭിക്കുകയും ചെയ്യാം, ചെലവിലും കുറവുണ്ടാവുകയും ചെയ്യും. ഓട് അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്നതിനപ്പുറമാണ് ഇന്നത്തെ സാധ്യതകൾ. പല ദിനങ്ങളിൽ ആകൃതിയിൽ ഓട് തന്നെ പലവിധം. കിടപ്പുമുറിയിൽ വെള്ളയോ മറ്റെങ്കിലും ഒരു നിറം നൽകി മറ്റലങ്കാരങ്ങളില്ലാതെ ഹെഡ്ബോർഡിന് ലെതർ പാനലിംഗ് മാത്രം നൽകിയാൽ കാണാൻ ക്ലാസ് ലുക്ക് ഉണ്ടാവും. ബട്ടൺ വർക്ക് പോലെ പലതരം തയ്യലുകളിലൂടെ ലെതർ പാനലിംഗ് കൂടുതൽ ഭംഗിയാക്കാം. ആർട്ടിഫിഷ്യൽ ലെതറാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. കെൽവിൻ സ്കെയിലാണ് പ്രകാശം അളക്കുന്നത്. പ്രകാശത്തിന്റെ ചെറിയ അളവ് മഞ്ഞ കലർന്നതായിരിക്കും. ഉയർന്ന അളവാണെങ്കിൽ വെള്ളയോ നീലയോ ആയിരിക്കും. പ്രകൃതിദത്ത വെളിച്ചം 4000 കെൽവിനാണ്. ഇതിൽ കുറഞ്ഞത് വാം ലൈറ്റും കൂടിയത് കൂൾ ലൈറ്റുമാണ്. ലിവിംഗ് റൂമിൽ ഒരു ഫോക്കൽ പോയിന്റ് ഒരുക്കാം. അതായത് മുറിയിലേക്ക് ആളുകൾ കടക്കുമ്പോൾ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ശ്രദ്ധാകേന്ദ്രം. അവിടെ വലിയ പെയിന്റിങ്ങുകളോ വലിയ ക്ലോക്കോ വലിയ മിററോ ഇതുപോലുള്ള മെറ്റൽ ആർട്ടുകളോ നമുക്ക് നൽകാം. ധാരാളം വെളിച്ചവും ശുദ്ധവായുവും മുറിയിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുക. മുറി പ്രകാശമാനവും പ്രസന്നവുമായിരിക്കാൻ ഇത് രണ്ടും സഹായിക്കും. വലിയ ജനാലകൾ, ഫ്രഞ്ച് വിൻഡോകൾ, സ്ലൈഡിംഗ് ഡോറുകൾ ഇവയൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്.